വെൽക്കം ടു ബിൽഡ് ഓൺ ഐഡിയാസ് കംപ്ലീറ്റ് ഹോം ഡിസൈൻ സൊല്യൂഷൻസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിവുഡിനെ കുറിച്ചാണ്. മൾട്ടിവുഡ് എന്നാൽ എന്ത്, അതുപോലെ മൾട്ടിവുഡിന്റെ പ്രത്യേകതകൾ എന്ത്, മൾട്ടിവുഡ് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്ത്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഞാൻ പറയുന്നു, മൾട്ടിവുഡ് എന്ന് പറയുന്നത് തോംസൺ ഗ്രൂപ്പിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സിൽ ഈ പറയുന്ന ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് ഈ ബോർഡ്? അത് UPVC ബോർഡാണ്. അതായത് PVC ഫോം ബോർഡ് എന്ന് പറയും. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, PVC മെറ്റീരിയലാണ്. ആ PVC മെറ്റീരിയലായിട്ടുള്ള ഈ ബോർഡിനെ ആദ്യം ഉണ്ടാക്കിയെടുത്തത് മൾട്ടിവുഡ് ആയതുകൊണ്ടാണ് അത് നമ്മൾ മൾട്ടിവുഡ് എന്ന ബ്രാൻഡ് നെയിമിൽ നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ മൾട്ടിവുഡിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ മൾട്ടിവുഡിനെ കുറിച്ചല്ല ആക്ച്വലി പറയുന്നത്, PVC ഫോം ബോർഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ PVC ബോർഡ് എന്താണ്? PVC ബോർഡിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. PVC ബോർഡ് ഉപയോഗിക്കേണ്ടത് എവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ അതിന്റെ കോസ്റ്റ് വൈസ് ഉള്ള ഒരു കമ്പാരിസൺ, അതുപോലെ തന്നെ PVC ബോർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, PVC ബോർഡ് ഉപയോഗിക്കുന്നതിലുള്ള ഗുണങ്ങൾ എന്തെല്ലാം, അതിന്റെ ഫ്ലെക്സിബിലിറ്റി, ഇത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് PVC ബോർഡ്, ഏതൊക്കെ രീതിയിലാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് UPVC മെറ്റീരിയലായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രചാരത്തിൽ വന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബോർഡായിട്ടല്ല. അതിനു മുമ്പ് നമുക്ക് UPVC വിൻഡോസ് ഉണ്ടായിരുന്നു. അപ്പോൾ വിൻഡോസും ഡോർസും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് ഫുൾ ആപ്ലിക്കേഷനിൽ ഫർണിച്ചർ ആപ്ലിക്കേഷൻ, ഫർണിഷിംഗ് ആപ്ലിക്കേഷൻസിലേക്കെല്ലാം വന്ന് ഒരു ഫോം ബോർഡ് എന്നുള്ള PVC ഫോം ബോർഡായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി വന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യേകത, അത് നമുക്ക് പ്ലൈവുഡ് പോലെ തന്നെ പ്ലൈവുഡോ MDFോ ഒക്കെ ഉള്ള അതേ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ PVC ഫോം ബോർഡ് 8x4 സൈസിലാണ്, 8 feet by 4 feet സൈസിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് പല തിക്നെസ്സിൽ അവൈലബിൾ ആണ്. അതായത് 10mm, 12mm, 16mm, 18mm തുടങ്ങിയിട്ടുള്ള പല സൈസുകളിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ്. പല വേരിയൻസ് ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്ലെയിൻ ഫിനിഷിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ് ഫിനിഷ് അവൈലബിൾ ആണ്, ഓറഞ്ച് ഫിനിഷ് അവൈലബിൾ ആണ്, അതുപോലെ റെഡ് ഫിനിഷ് അവൈലബിൾ ആണ്, യെല്ലോ ഫിനിഷ് അവൈലബിൾ ആണ്, ബ്ലൂ ഫിനിഷ് അവൈലബിൾ ആണ്, ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളറിൽ ഇത് അവൈലബിൾ ആണ്, ഡാർക്ക് ബ്രൗൺ കളറിൽ ഇത് അവൈലബിൾ ആണ്. അങ്ങനെ പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അതായത് ഇതിൻ്റെ മേലെ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ഫിനിഷ് കൊടുക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ വർക്കിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫിനിഷിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം മെറ്റീരിയൽസ് കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരം തിക്നെസ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഇത് ഉപയോഗിക്കാം. അതായത് ഇതിൻ്റെ ഫിനിഷ് നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ലേക്കർ ഫിനിഷ്, ഇത് ഗ്ലോസി ലേക്കർ ഫിനിഷാണ് കൊടുത്തത്. ഓട്ടോ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ഫേസ് വേണമെങ്കിൽ ഇതിന് കുറച്ച് കർവോ ഇതിനിടയിൽ ഇതിന് ഡിസൈനൊക്കെ നമ്മൾ റോട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തതിന് ശേഷം അതിന് മേലെ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു ഫിനിഷ്, ഓട്ടോ പെയിന്റ് ഫിനിഷാണ് ഞാൻ ഇതിന് കൊടുത്തേക്കുന്നത്. ഇത് ഹൈ ഗ്ലോസിയാണ്. ഇതിന്റെ ഹൈ ഗ്ലോസി ഫിനിഷ് നമുക്ക് ഇതിന്റെ എഡ്ജ് എല്ലാം ഇങ്ങനെ കർവ് ചെയ്ത് സ്മൂത്ത് ചെയ്തൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതൊരു മാറ്റ് ഫിനിഷാണ്. നമുക്ക് ഇവിടെ കാണാം, ഇതിന്റെ മുകളിൽ അത്ര തിളക്കമൊന്നുമില്ല, ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇതും അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോ പെയിന്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ആക്ച്വലി നോർമലി പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന പോളിഷ് ഫിനിഷിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, പൊട്ടിയിട്ട് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ഫോം ബോർഡ് നമ്മൾ ഇത്തരത്തിലെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ബോർഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കിച്ചണോ അല്ലെങ്കിൽ വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ PVC ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർബ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന PVC ഫോം ബോർഡ്. അപ്പോൾ വെള്ളം ഒട്ടും ഇത് വലിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം വലിച്ചുകൊണ്ട് നാശമാവുന്ന ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നേയില്ല. അത് PVC മെറ്റീരിയലാണ്, അതുകൊണ്ട് അത് അങ്ങനെ കേടാവില്ല. അപ്പോൾ മറ്റുള്ള ബോർഡുകൾ, അതായത് നമ്മൾ ഇപ്പോൾ പ്ലൈവുഡ് എടുക്കുകയാണെങ്കിലും MDF എടുക്കുകയാണെങ്കിലും പാർട്ടിക്കൽ ബോർഡ് എടുക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ വുഡിന്റെ അംശം ഒട്ടും വരുന്നില്ല. ഇതൊരു PVC മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വുഡാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഇതിനകത്ത് വരാൻ പോകുന്നില്ല. മറ്റുള്ള മെറ്റീരിയലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈവൻ മറൈൻ പ്ലൈവുഡ് എടുക്കുകയാണെങ്കിൽ പോലും വല്ലാണ്ട് വെള്ളത്തിൽ കുതിർന്ന് കിടന്നാലൊക്കെ നാശമായി പോകാനുള്ള സാധ്യത കൂടുതല. എന്നാൽ ഈ മെറ്റീരിയൽ വെള്ളത്തിൽ കുതിർന്ന് കിടന്നാലും ഇത് നാശമായി പോവില്ല. ഇത് PVC മെറ്റീരിയലാണ്. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതൊരു
ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് തീ പിടിക്കില്ല എന്നർത്ഥം. അപ്പോൾ അതൊരു വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഫയർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തീ പിടിക്കില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ PVC ബോർഡ് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോർഡാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കുറച്ച് ബെൻഡൊക്കെ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ PVC ഫോം ബോർഡ്. ഇതിന് വളരെ എന്താ പറയുക, വളരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്ലൈവുഡ് ഉപയോഗിക്കും അല്ലെങ്കിൽ MDF ഉപയോഗിക്കും, ഇതൊക്കെ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിലൊക്കെ തന്നെ നമുക്ക് ഈ മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ഫോം ബോർഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, 2 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആ 2 ഡിസഡ്വാൻറ്റേജിൽ ഏറ്റവും ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറുതായിട്ടൊരു ബെൻഡിങ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണ് ഈ ബോർഡ്. അപ്പോൾ ഈ PVC ബോർഡ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള സപ്പോർട്ടൊന്നും കൊടുക്കാതെ ഈ ബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ പിന്നീട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അതിന് ബെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു വാർഡ്രോബ് ഉണ്ടാക്കുന്നതായിരിക്കും. ആ വാർഡ്രോബ് ഉണ്ടാക്കി കഴിഞ്ഞ് വാർഡ്രോബിൽ ആവശ്യത്തിനുള്ള സപ്പോർട്ട് കൊടുക്കാതെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഡ്രസ്സെല്ലാം അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊരു ബെൻഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ തന്നെ അതിന് ലെങ്തി ആയിട്ടുള്ള ഡോറുകൾ ഷട്ടേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഷട്ടേഴ്സിന് ബെൻഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം മൾട്ടിവുഡ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇതിന് കുറവാണ് കമ്പാരിറ്റീവ്ലി. അതായത് പ്ലൈവുഡോ MDF ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ PVC ബോർഡിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവാണ്. അതിന് ഒരു റീസൺ ഉണ്ട്. അതായത് ഈ ബോർഡിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഈ കാണുന്ന കട്ടിംഗ് പോർഷനിലുള്ള ഡെൻസിറ്റിയാണ്. അതായത് ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് സെൻട്രൽ പോർഷൻ്റെ ഡെൻസിറ്റി കുറവാണ്, പുറത്തേക്ക് വരുന്നതോറും ഇതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ നല്ല ബോർഡാണെങ്കിൽ, വില കൂടിയ ബോർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബോർഡിന് ഇതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം അതിൻ്റെ ഗ്രെയിൻസ് വരുന്നത് കുറച്ച് സ്മൂത്ത് ആയിരിക്കും. എക്സ്റ്റീരിയർ പോർഷനിലേക്ക് വരുന്നതോറും അതായത് സർഫസിലേക്ക് വരുന്നതോറും ഇത് സ്മൂത്തർ ആയിട്ടുള്ള ഒരു കണ്ടന്റും ഈ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് റഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ടാണ് നമുക്കിത് കാണാം. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ വല്ലാണ്ട് റഫ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറവായിരിക്കും. അത് ആ ബോർഡ് എടുത്ത് പൊക്കി നോക്കി കഴിഞ്ഞാൽ അതിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കൂടുതലുള്ള ബോർഡുകൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന മെറ്റീരിയൽ കുറച്ചും കൂടെ സ്മൂത്തർ ആയിരിക്കും, അതുപോലെ കുറച്ചും കൂടെ തിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഡെൻസിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഡെൻസിറ്റി കൂടിയ നല്ല ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. മൾട്ടിവുഡിൻ്റെയും പാർട്ടിക്കിൾ ബോർഡിൻ്റെ എല്ലാം കമ്പാരിസണിൽ നമ്മൾ കാണിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ID5 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ഒരു സ്ട്രിപ്പായിട്ട് 10 എണ്ണത്തിൻ്റെ ഒരു സ്ട്രിപ്പായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ഇതെന്ന് പറയുന്നത് സിംഗിളായിട്ട് ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഈ പൊട്ടിച്ചെടുത്ത പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രില്ല് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൾട്ടിവുഡിൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയാം. അപ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മൾട്ടിവുഡ് ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള ഗ്രിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ID5 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതുപോലെയുള്ള ഗ്രിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 2 ഡ്രോബാക്ക് ആയ ഒന്ന് അതിൻ്റെ ബെൻഡ് ആവുന്ന പ്രശ്നവും, അതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ പ്രശ്നവും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ഫോം ബോർഡ്, മൾട്ടിവുഡ് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം മൾട്ടിവുഡ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്റ്റിനെ മൾട്ടിവുഡ് എന്ന പേരിലാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിവുഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ആക്ച്വലി PVC ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് PVC ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കിച്ചൺ ആയാലും വാർഡ്രോബ് ആയാലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ഈ കൊടുത്തുള്ള നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഇതിൻ്റെ തിക്നെസ് അനുസരിച്ച് പല റേറ്റ്സും വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മൾട്ടിവുഡിൻ്റെ അല്ലെങ്കിൽ PVC ബോർഡിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് 18 mm ബോർഡാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 150 അടുത്തുണ്ട്, 147, 158 റേഞ്ചിൽ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്മൾ പ്ലൈവുഡോ അല്ലെങ്കിൽ MDF ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോർഡിൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി ബോർഡ് മാത്രം വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. എന്നാൽ പ്ലൈവുഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ലാമിനേറ്റ് ഒട്ടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ റേറ്റ് കമ്പാരിറ്റീവ്ലി നമുക്ക് പറയുമ്പോൾ ഇത് കുറവ് തന്നെയാണ്. കാരണം ഇത് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്.
സ്മൂത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഫിനിഷ്ഡ് ആയിട്ടുള്ള പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ എഡ്ജസ് നമുക്ക് മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്മൂത്ത് അല്ലാതെ വരും. അപ്പോൾ നമ്മൾ പെയിന്റ് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുമല്ല ഇതിന്റെ കട്ട് ചെയ്ത പോർഷനിൽ എഡ്ജ് ബാൻഡ് കൊടുത്തുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എഡ്ജിൽ മാത്രം നമ്മൾ പെയിന്റ് ചെയ്ത് കുട്ടിയിട്ട് പെയിന്റ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റഫ് ആയിട്ടുള്ള സർഫസും കേടാവാതെ അല്ലെങ്കിൽ ഫെയ്ഡ് ആവാതെ ഇരിക്കും. ഇത് നമ്മൾ കട്ട് ചെയ്ത പോർഷനിൽ ചെളി പിടിച്ച് ഫെയ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ എഡ്ജ് ബാൻഡോ പെയിന്റോ ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഇത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഹാപ്പി ലീവിംഗ്.